എല്ലാവർക്കും നമസ്കാരം. ഞാൻ MES മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. എൻ്റെ പേര് ഡോക്ടർ അഹമ്മദ് സുബൈർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു അപസ്മാര രോഗിയും രോഗിയെ പരിചരിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ടോട്ടലി അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഈ രോഗിയെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് കൃത്യമായി മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. ഡോക്ടറിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡോക്ടറിനെ കണ്ട് കൃത്യമായി മരുന്ന് തുടരേണ്ടതാണ്. അവർ പറയുന്ന അനുസരിച്ച് മാത്രമേ മരുന്നിന്റെ വ്യത്യാസം ചെയ്യാൻ പാടുള്ളൂ. കൃത്യമായി ഉറങ്ങുക, കൃത്യമായി എക്സസൈസ്, ഒരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള രോഗികൾ പ്രത്യേകിച്ച് ഹൈറ്റിൽ പോയി ജോലി ചെയ്യുക, കളിക്കുക, വർക്ക് ചെയ്യുക, കോൺടാക്ട് സ്പോർട്സ് അതായത് ഫുട്ബോൾ, ബോക്സിംഗ്, റെസ്ലിംഗ്, പിന്നെ എക്സ്ട്രീം സ്പോർട്സ് എന്ന് പറയില്ല നമ്മൾ, സ്കൈ ഡൈവിംഗ്, സ്ക്യൂബ ഡൈവിംഗ്, ബഞ്ചി ജമ്പിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൽക്കഹോൾ എടുക്കുകയോ അല്ലെങ്കിൽ റിക്രിയേഷണൽ ഡ്രഗ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഔട്ടിംഗ് പോവുകയോ ഒക്കെ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടതാണ്. നമുക്കറിയാം, ഫാസ്റ്റ് ലൈഫാണ്, സ്ട്രെസ് ഭയങ്കര കൂടുതലാണ്. സ്ട്രെസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. ചില അപസ്മാരങ്ങളുണ്ട്, ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കൂടും അല്ലെങ്കിൽ സൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ കൂടും. അപ്പം ഇങ്ങനെയുള്ള അപസ്മാരങ്ങൾ കൂടാൻ നമ്മൾ റിഫ്ലക്സ് എപ്പിലെപ്സി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആ ഒരു അവസ്ഥയിൽ പോകാതിരിക്കുകയാണ് വേറൊരു പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ മാതാപിതാക്കൾ അറിയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഗാർഡിയൻസ്, ഇപ്പൊ ഹോസ്റ്റലാണെങ്കിൽ വാർഡൻ ആയിരിക്കുമല്ലോ ഗാർഡിയൻ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അറിയേണ്ട കാര്യങ്ങൾ, ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു രോഗീനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. അവരെ കൂടെ ചേർത്ത് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അവരെപ്പോഴും റീഅഷ്യൂർ ചെയ്യണം, നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കണം, ഇതൊരു മാരക രോഗമോ അല്ല, മാറാത്ത രോഗമോ അല്ല. പക്ഷേ കൃത്യമായി മരുന്ന് കഴിച്ചാൽ സാധാരണ ഒരു ആളെ പോലെ തന്നെ സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാനും പറ്റും. പിന്നെ പ്രത്യേകിച്ച് അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ആകാൻ പാടില്ല. ഈ കുട്ടിക്ക് അപസ്മാരമുണ്ട്, അപ്പൊ ഈ കുട്ടി വെളിയിൽ പോയി കളിക്കാൻ പാടില്ല, കൂട്ടുകാരത്ത് പാർക്കിൽ പോയി കളിക്കാൻ പാടില്ല, അങ്ങനെയല്ല. അവർ കളിക്കാൻ പോകുമ്പോൾ നമുക്ക് അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് വേറെ അപകടമൊന്നും വരാത്ത രീതിയിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് തന്നെയാണ്. ചിലപ്പം ഈ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ സാധാരണ ഒരു പൗരനായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പം കൃത്യമായി അപസ്മാരത്തെക്കുറിച്ച് അറിയുക. കാരണം ഈ രോഗമാണ് ഏറ്റവും കൂടുതൽ മിഥ്യാധാരണകളുള്ള രോഗം. അപ്പൊ അതിനെക്കുറിച്ച് പ്രോപ്പർ ഒരു ന്യൂറോളജിസ്റ്റിന്റെ കയ്യിൽ നിന്ന് വിവരം നേടുകയോ അഭിപ്രായങ്ങളും അഡ്വൈസുകളും തേടുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതെല്ലാവരിലും എത്തിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു.